ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പം അലിഗേറ്റർ ക്ലിപ്പിൽ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ എവിടെ കിട്ടുന്നതെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സാണ് കേട്ടോ. പിന്നെ വേണ്ടത് ക്യാൻവാസിൻ്റെ ഷീറ്റാണ്. അത് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് B7000ൻ്റെ ഗമ്മാണ്. ഇത് നമ്മൾ ഈ ഒരു ഷീറ്റിൽ ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുകയാണേ. അപ്പോൾ നമുക്കത് തേച്ച് കൊടുക്കാം. അത്യാവശ്യം നനയുന്ന രീതിയിൽ വേണം നമ്മളത് തേച്ച് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് ഓരോന്നോരോന്നായിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് നമുക്ക് ബട്ടൺ ഹൗസ് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അതല്ല ഓൺലൈനായിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ അങ്ങനെയുള്ള ആപ്പ് വഴിയും വാങ്ങാൻ കിട്ടും. ഇപ്പോൾ കുറേ ഇൻസ്റ്റയിൽ പേജൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. റോ മെറ്റീരിയൽസ്, അതുപോലെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ്, അതായത് ബാംഗിൾസ്, ഇയർ റിങ്സ്, അതുപോലെ ജ്വല്ലറീസൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ മെറ്റീരിയൽസൊക്കെ സെയിലാക്കുന്ന പേജുകളുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽസും ഫ്ലവേഴ്സൊക്കെ വാങ്ങാൻ കിട്ടും. ഞാനിത് വാങ്ങിയിട്ടുള്ളത് ഫ്ലവേഴ്സ് ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് സെയിലാക്കുന്ന ഷോപ്പുകളുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലാഭത്തിൽ നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സ് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ₹1 മുതൽ നമുക്ക് ഫ്ലവേഴ്സ് കിട്ടുന്നതാണ്. ഇത് ഞാൻ പാക്കറ്റായിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. 30 രൂപയാണ് ഒരു പാക്കറ്റിന്. അപ്പം ഈ ഒരു ഫ്ലവേഴ്സ് വെച്ചിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും പോയി കാണണം കേട്ടോ. അപ്പോൾ ദേ നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയൊരു ക്യാൻവാസിൻ്റെ ഷീറ്റ് എടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഗമ്മ് തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഷീറ്റ് ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഫോം ഫ്ലവേഴ്സാണ് കേട്ടോ. ഞാനിവിടെ 3 എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഈ ഒരു ഗം എടുത്തിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 3 നമ്മളിത് ഒരുമിച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള പോളനാണ്. അത് നമ്മളിവിടെ അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതാണ് നമ്മൾ അഴിച്ചെടുത്ത പോളൻ. അത് നമ്മൾ ഓരോന്നും എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഗമ്മ് വെച്ചിട്ട് തേച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മളത് എടുത്തിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ ഇടയിലൂടെ അങ്ങ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 3 സൈഡിലായിട്ട് ഈ ഒരു പോളൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് അലിഗേറ്റർ ക്ലിപ്പാണ് കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള ക്ലിപ്പാണ്. ഇത് ഞാൻ മീഷോ ആപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ക്ലിപ്പിൽ ഈ ഒരു ഗമ്മ് നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. അതല്ല, ഇതിങ്ങനെ മറിച്ചിട്ടിട്ട് ആ ഒരു ക്ലിപ്പ് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം അതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി കുറച്ച് നേരം നമ്മളത് ഉണങ്ങാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ആ ഒരു ഫ്ലവേഴ്സും ആ ഒരു ക്ലിപ്പും എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്യാൻവാസിൻ്റെ ഒരു ചെറിയ പീസാണ് കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഓപ്ഷണലാണ്. ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ചെറിയൊരു പീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഗമ്മ് നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആ ഒരു ഷീറ്റ് എടുത്തിട്ട് ആ ഒരു ക്ലിപ്പിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളത് കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വെക്കണം. നന്നായിട്ട് ഉണങ്ങണം കേട്ടോ. അപ്പോൾ ദേ നമ്മളുടെ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ആ ഒരു ഫ്ലവേഴ്സും ക്ലിപ്പും എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെവി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഓണത്തിന് ഇടാൻ പറ്റിയ ഒരു അടിപൊളി ക്ലിപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.